തിരുവനന്തപുരം കോർപ്പറേഷന്റെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായി തുറന്നടിക്കുകയാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കോർപ്പറേഷനിൽ തമ്മിൽ തല്ലിനിടെ ഭരണം കാര്യക്ഷമമായി നടക്കുന്നില്ലെന്ന ഗൗരവതരമായ വിമർശനം ഇതിനോടകം ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കോർപ്പറേഷനിലെ അവിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് വാർത്തകൾ വന്നത്. എന്നാൽ അവിശ്വാസമല്ല സർക്കാരിന്റെ വിഷയമെന്ന് തുറന്നു പറയുകയാണ് മന്ത്രി മുരളീധരൻ. അവിശ്വാസത്തേക്കാൾ സർക്കാരിനെ ഭയപ്പെടുത്തുന്നത് മാലിന്യം നീക്കം ചെയ്യാത്ത അവസ്ഥയാണ്. സർക്കാരിന് ലഭിച്ചിരിക്കുന്ന ആധികാരികമായ റിപ്പോർട്ട് പ്രകാരം മാലിന്യം നീക്കം ചെയ്തില്ലെങ്കിൽ കാലവർഷം ശക്തമാകുമ്പോൾ ഡെങ്കിപ്പനി പടർന്നു പിടിക്കാൻ കാരണമാകുമെന്നും മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നുമാണ്. തലസ്ഥാനത്ത് മാലിന്യ നീക്കത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കേണ്ടത് കോർപ്പറേഷനാണ്. അവർക്കത് ചെയ്യാൻ കഴിയുന്നില്ല. മേയർ പോലും ഒരു ചടങ്ങിലും പങ്കെടുക്കുന്നില്ല. മാലിന്യം നീക്കം ചെയ്യൽ തടസ്സപ്പെടാൻ പാടില്ല. ഇക്കാര്യം മേയറോടും കളക്ടറോടും സംസാരിച്ചിട്ടുണ്ട്. സർക്കാരിന് അക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ലെന്ന് ഉറച്ച ശബ്ദത്തിൽ തന്നെ ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. മേയർക്കുള്ള ഒരു താക്കീത് ആ വാക്കുകളിൽ കാണാം. ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ ഇല്ലാത്ത ജില്ലകളിൽ ഉടൻ DMO നിയമനം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഇതിനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. DPC ലിസ്റ്റ് കഴിഞ്ഞ ദിവസമാണ് കയ്യിൽ കിട്ടിയതെന്നും മന്ത്രി വ്യക്തമാക്കുന്നു. എന്തായാലും മന്ത്രിയുടെ പ്രതികരണം കാണാം. കേട്ടാ തോന്നുന്നു ഇതൊക്കെ ഒരു മാസം കൊണ്ടുണ്ടായിട്ടുള്ള ഇതൊക്കെ ഓരോന്നായിട്ട് പരിഹരിച്ച് വരില്ല. അപ്പോഴേക്കും നിങ്ങൾ ചാടിക്കയറി ഇതെല്ലാം നിങ്ങൾക്കിത് വിവരങ്ങൾ തരുന്ന ആൾക്കാരുണ്ടല്ലോ, അതാരാന്നൊക്കെ എനിക്കറിയാം. അവരൊറ്റ കാര്യം ചോദിച്ചാൽ മതി, എത്ര കാലമായിട്ടുണ്ടെന്ന് കൂടെ ചോദിക്കാം. അല്ല, അത് പിന്നെ ജില്ലാതലത്തിൽ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഒരു മന്ത്രി അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഒരു തദ്ദേശ സ്ഥാപനത്തിൽ അവിശ്വാസം കൊണ്ടുവരുന്നതിനെക്കുറിച്ച് സംസ്ഥാന ഗവൺമെൻറ്റിലെ അംഗം പ്രതിപാദിക്കുന്നത് ശരിയല്ല. പക്ഷെ അത് പാർട്ടിക്കും മുന്നണിക്കും അതിൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഇന്നലെ സൂചിപ്പിച്ചൊരു കാര്യം, കോർപ്പറേഷനിലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കാൾ ഗവൺമെൻറ് ഭയപ്പെടുന്നത് ഇവിടുത്തെ മാലിന്യം നീക്കം ചെയ്യാത്ത അവസ്ഥയാണ്. വളരെ ആധികാരികമായിട്ടുള്ള റിപ്പോർട്ട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്, ഇപ്പോഴുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്തില്ലെങ്കിൽ അടുത്ത കാലവർഷം ഈ സമയത്ത് വന്നു എന്നാണ് പറയുന്നത്. ഇന്നോ നാളെയോ കാലവർഷം ശക്തമായിട്ട് വരും. അത് ഡെങ്കിപ്പനി പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ പടരുന്നതാണ് റിപ്പോർട്ട്. അതിൻ്റെ മരണങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇത് ഒന്നിച്ചു നിന്ന് ഇപ്പോഴത്തെ പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിൻ്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കേണ്ട നഗരസഭയ്ക്ക് അത് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, മേയർ പോലും ഇപ്പോൾ ഒരു ചടങ്ങിൽ പോലും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയാത്തൊരവസ്ഥ. ഇത് ഗൗരവമായിട്ട് കാണണം. മറ്റ് രാഷ്ട്രീയ കാര്യങ്ങൾ ശരി തെറ്റുകളെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അവിശ്വാസം കൊണ്ടുവരുന്നതിനെക്കുറിച്ച് അതൊക്കെ നഗരസഭയിലെ പാർലമെൻ്ററി പാർട്ടി എടുക്കേണ്ട തീരുമാനമാണ്. പിന്നെ പാർലമെൻ്ററി പാർട്ടിയുടെ യോഗം ഞാൻ ഇന്നലെ പങ്കെടുത്തിരുന്നു. അതിന് കോർഡിനേറ്റ് ഞാൻ ഇപ്പോഴും അതിൻ്റെ ചെയർമാനാണ്. പക്ഷേ അതിനെക്കുറിച്ച് അഭിപ്രായം ഞാൻ പറയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ നിങ്ങൾ ചോദിച്ചപ്പോൾ ശബരിയോട് അഭിപ്രായം പറയാൻ ഞാൻ പറഞ്ഞു. അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷേ മാലിന്യം നീക്കം ചെയ്യൽ ഒരു കാരണവശാലും തടസ്സപ്പെടാൻ പാടില്ല. ഞാനത് മേയറോടും ഞാൻ സംസാരിച്ചു, കളക്ടറോടും ഞാൻ സംസാരിച്ചു. അക്കാര്യത്തിൽ സർക്കാരിന് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. ഈ സംസ്ഥാനത്ത് പലയിടത്ത് ഈ ലോ ഓഫീസർമാരുടെ നിയമനം നടക്കുന്നില്ല, പലയിടത്ത് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥിതി ശ്രദ്ധയപ്പെട്ടിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? ഏതിൻ്റെ? നിങ്ങൾ വന്ന് മറ്റേ ലാബിൻ്റെ ആണ് നിങ്ങൾ സൂചിപ്പിച്ചത് അല്ലേ? എത്ര കാലമായിട്ട് ഒഴിഞ്ഞു കിടക്കുന്നതും കൂടെ നിങ്ങൾ അന്വേഷിക്കണം. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. DHSന് അത് കോൾ ഫോർ ചെയ്ത് അപ്ലിക്കേഷൻ കോൾ ഫോർ ഇത് ഫില്ലപ്പ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു. എവിടെ? അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇതിൻ്റെ എല്ലാ ശ്രദ്ധയിൽപ്പെട്ടു, നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ആയല്ലോ. ഞാൻ ചോദിക്കട്ടെ, സ്വന്തമായിട്ട് ഒരാളെ വിളിച്ച് DMO ആക്കാൻ പറ്റുമോ? DPC ലിസ്റ്റ് കഴിഞ്ഞ ദിവസം കയ്യിൽ കിട്ടുന്നത്. നടപടി സ്വീകരിച്ചു കഴിഞ്ഞു. നാളെ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ നോക്കിക്കോ. അതല്ലാതെ എനിക്ക് പോയിട്ട് ഒരാളെ മറ്റേ ഒരു കോർപ്പറേഷൻ ചെയർമാൻ രാജിവെച്ച് പകരം ആളാക്കുന്ന പോലെ DMO ആക്കാൻ പറ്റും? ഞാൻ നോക്കിയപ്പോൾ DPC ലിസ്റ്റ് കയ്യിൽ തയ്യാറായിട്ടില്ല. തയ്യാറാക്കിയ ശേഷം കയ്യിൽ കിട്ടി. നടപടി സ്വീകരിക്കും ഇന്ന് തന്നെ. സംശയം എന്താ? അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഞാൻ പറയാം, നിർദാക്ഷിണ്യം ഗവൺമെൻറ് നടപടി സ്വീകരിക്കും. നിർദാക്ഷിണ്യം. എവിടെയൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അപ്പോൾ നടപടി സ്വീകരിക്കും. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. ഏതാ? എങ്ങനെ? എവിടെയാണെങ്കിലും
ഇവിടെ ഭരണസ്തംഭനം കാരണം ഇവിടെ മൂവ്മെന്റ് തടസ്സപ്പെട്ടു. ഞാൻ അതാ പറഞ്ഞത്, ബാക്കി സ്ഥലത്ത് ചെയ്യാത്തവരുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയായി തലസ്ഥാനത്ത് ഇങ്ങനെ അപകടം റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടായിരിക്കുന്നത് ശരിയാണോ? അതിനെ രാഷ്ട്രീയമായിട്ട് കാണരുത് ദയവായിട്ട്. ഇതിപ്പോൾ കേട്ടാൽ തോന്നുന്നു ഇതൊക്കെ ഒരു മാസം കൊണ്ടുണ്ടായിട്ടുള്ള ഇതൊക്കെ ഓരോന്നായിട്ട് പരിഹരിച്ച് വരില്ല. അപ്പോഴേക്കും നിങ്ങൾ ചാടിക്കയറി ഇതെല്ലാം നിങ്ങൾക്കിത് വിവരങ്ങൾ തരുന്ന ആൾക്കാരുണ്ടല്ലോ, അതാരാന്നൊക്കെ എനിക്കറിയാം. അവരൊറ്റ കാര്യം ചോദിച്ചാൽ മതി, എത്ര കാലമായിട്ടുണ്ടെന്നും കൂടെ ചോദിക്കുക.